പുനലൂര് മുക്കടയിൽ റബ്ബർ തോട്ടത്തിനകത്ത് ഒരു അജ്ഞാത മൃതദേഹം. ആരാണെന്ന് മനസ്സിലായില്ല. ഒരു 10 ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന്. ഇടത് കാലിന് സ്വാധീനക്കുറവുള്ള ആൾ, മധ്യവയസ്കനാണ്. ആരാണെന്ന് ഇതുവരെ മനസ്സിലായില്ല. പോലീസ് അവിടെ എത്തുമ്പം തന്നെ 10 ദിവസം പഴക്കമുണ്ട് മൃതദേഹത്തിന്. അവിടെ എങ്ങാണ്ടും ആ റബ്ബർ തോട്ടത്തിനകത്ത് കാന്താരി മുളക് എങ്ങാണ്ട് പറിക്കാൻ ആരോ വന്നപ്പോഴാണ് ഇങ്ങനൊരാളെ ചങ്ങലക്കിട്ട് പൂട്ടിക്കിട്ടി. ആ മൃതദേഹം മുഖത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, അയാളെ ചങ്ങലയിട്ട് പൂട്ടിയ ശേഷമായിരിക്കണം അയാളെ കൊന്നത്. കുത്തിക്കൊന്നിട്ടുണ്ട്, കുത്തിൻ്റെ പാടുകളുണ്ട്. അപ്പോൾ അയാളെ ചങ്ങലക്കിട്ട ശേഷം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കൊന്നു കഴിഞ്ഞാൽ പിന്നെ ചങ്ങലയ്ക്ക് പൂട്ടേണ്ട ആവശ്യമില്ല. ബലം പ്രയോഗിച്ച് അയാളെ അവിടെ കൊണ്ടുവന്നിട്ട് ചങ്ങലയ്ക്ക് പൂട്ടിയിട്ട് അയാളെ കുത്തി കൊന്നതായിരിക്കണം. ആളറിയാതിരിക്കാൻ പെട്രോൾ ഒഴിച്ച് മുഖവും ദേഹവും ഒക്കെ കത്തിച്ചിട്ടുമുണ്ട്. വളരെ വികൃതമായ ഒരു രൂപത്തിലാണ് കണ്ടത്. എങ്കിലും കാലിന് സ്വാധീനക്കുറവുണ്ട്, ഈ ഇടത് കാലിന്. ആ നാട്ടിലോ പരിസരത്തോ അതുപോലെ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഈ സൈസുള്ള ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ ഇല്ലയെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. DYSP പുനലൂര് എല്ലാ പോലീസ് സ്റ്റേഷനും വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ മിസ്സിംഗ് ആയിട്ടെങ്ങും കാണുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. എങ്കിലും പുനലൂർ DYSP ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് അന്വേഷണം എങ്ങും എത്തിയില്ല. കേരളത്തിലെ ഒരു ആൾ, ഇതുപോലെ ഒരാൾ മിസ്സായതായിട്ടും കണ്ടിട്ടേയില്ല. ഏതായാലും DYSP TR ജിജുവും പുനലൂർ DYSP സംഘവും കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതിന് പ്രാരംഭമായിട്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ മെസ്സേജ് പോയി. അവിടെ നിന്നൊന്നും റിപ്ലൈ കിട്ടിയിട്ടുമില്ല. എന്തായാലും ആളെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഇയാളെ എന്തിനു കൊന്നു, ആര് കൊന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിലെത്തുള്ളൂ. റബ്ബർ തോട്ടത്തിൽ ആ ചങ്ങല ഇട്ട് കെട്ടിയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിൻപ്രദേശത്ത് നമ്മുടെ ഇവിടെ കിട്ടുന്ന ചങ്ങലയാണോ, ബലം കുറഞ്ഞ ചങ്ങലയാണോ, ബലമുള്ള ചങ്ങലയാണോ, ആനയെ പൂട്ടുന്ന ചങ്ങലയാണോ, പല രീതിയിലുള്ള നമുക്ക് തടി കയറ്റാൻ ഉപയോഗിക്കുന്ന ചങ്ങലകളാണോ, ക്രെയിൻ ഉപയോഗിക്കുന്നതാണോ, ഏതായാലും നമുക്കറിയാം പല വിധത്തിലുള്ള ചങ്ങലകൾ നമ്മുടെ ലോക്കൽ സ്ഥലങ്ങളിലൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചങ്ങലയാണോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു കാര്യം, അയാൾ പല്ലുകളുടെ പ്രത്യേകത നോക്കാം. ഏതെങ്കിലും പല്ല് മിസ്സിങ് ആയിട്ടുണ്ടോ, പല്ല് കെട്ടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും ഇത് കരുതുന്നു. ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അടുത്ത് ആ കാര്യം ചോദിക്കാം. കാലിന് സ്വാധീനക്കുറവ് ഉണ്ടായത് അത് ബൈ ബർത്താണോ എന്നുള്ള കാര്യവും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു തരും. ആ കാര്യങ്ങളും ഏതായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. 10 ദിവസം ആയെങ്കിലും ഇയാളുടെ വിസറ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ ഇല്ലെന്ന് സംശയമാണ്. അയച്ചിട്ടുണ്ടാവണം. വിസറ ഉണ്ടെങ്കിലും അതിനകത്ത് ചെറിയ ഒരു ഇൻഡിക്കേഷൻ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പോലീസ് 10 ദിവസം പഴക്കമെന്ന് പറയുമ്പം അതിൽ ഡീകമ്പോസ്ഡ് ആയിട്ടൊരു ഇൻഡസ്റ്റൈൻ ആയിരിക്കും എങ്കിൽ തന്നെയും ആഹാരം കഴിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അംശമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചേക്കും. ആ ഏരിയ മുഴുവൻ പരിശോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇയാളുടെ ചെരുപ്പുണ്ടായിരുന്നോ, ബാഗുണ്ടായിരുന്നോ ഒന്നും നമുക്കറിയില്ല. ഇത് ഈ മുക്കടയിൽ വരണമെന്നുണ്ടെങ്കിൽ ശബരിമല പോകുന്ന ആൾക്കാരുടെ ഒരു ഏരിയ ആണത്. തമിഴ്നാട്ടിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒന്ന് അറിയിക്കണം. കാരണം ഈ കാലിന് ഈ ഹാൻഡിക്യാപ്പ് ഉള്ളത് നാച്ചുറലായിട്ട് ബൈ ബർത്ത് ആണെങ്കിൽ ഐഡൻറ്റിഫിക്കേഷൻ അത് വളരെ പെട്ടെന്ന് സഹായകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സെപ്റ്റംബർ 21 ആദ്യമായിട്ട് ഇത് കണ്ടത്. അപ്പം ഇത്രയും ദിവസങ്ങളായിട്ടും ഒരു വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. മരണകാരണം ഏതായാലും കൊലപാതകമാണ് എന്ന് കൃത്യമാണ്.
ചങ്ങലയിട്ട് പൂട്ടേണ്ട എന്തൊരു ആവശ്യം കൊലപാതകത്തിന് മുമ്പാകാനുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് നോക്കേണ്ടത്. നമ്മുടെ ഈ ഏരിയ കിട്ടുന്ന ചങ്ങലകളാണോ എന്നുള്ള പരിശോധന പോലീസ് നടത്തിയിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. പുനലൂരായതുകൊണ്ട് അത് തമിഴ്നാട്ടിൽ നിന്നുള്ള വരാവും, മടത്തറ ഭാഗത്ത് ആ ഏരിയ എന്നുള്ള വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഈ ചങ്ങല അവിടെ കൊണ്ടുവരണമെങ്കിൽ ആരെങ്കിലും അത് എടുത്തുകൊണ്ട് വരണ്ടേ? ഈ ആളിവിടെ വരണം. അതുകൊണ്ട് അത്ര ദൂരെയൊന്നും അതിൻ്റെ പ്രതികൾ പോയിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ റബ്ബർ തോട്ടത്തിനകത്താണല്ലോ വന്നിരിക്കുന്നത്. ആ ഏരിയയിൽ വരണമെന്നുണ്ടെങ്കിൽ എവിടുന്ന് വരാൻ സാധ്യതയുണ്ട്? അവിടെ ഏതെങ്കിലും വീടുകളിൽ അല്ലെങ്കിൽ ആ ഏരിയകളിൽ എവിടെയെങ്കിലും പതിവായിട്ട് വരുന്ന ഒരാൾ, ശല്യം ചെയ്യുന്ന ആളായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയില്ല. മധ്യവയസ്കനാണ്, എങ്ങനെയാലും 50 വയസ്സിനകത്തേ ഉള്ളൂ എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൊലപാതകത്തിൻ്റെ നടത്തിയയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്കിലും അയാളുടെ വേഷങ്ങളും ഉണ്ടായിരിക്കും. കുറേയൊക്കെ കത്തിച്ച് പോയെങ്കിൽ അല്പസ്വല്പം വേഷങ്ങളും, അത് മുണ്ടാണോ പാൻ്റാണോ ലുങ്കിയാണോ, കുറേയൊക്കെ കത്തിച്ചെങ്കിലും കുറേയൊക്കെ കിട്ടും. അതോ ഇയാളെ നേക്കഡായിട്ടാണോ ചെയ്തതെന്നും അറിയില്ല. അതൊക്കെ ആ ഡെഡ് ബോഡി പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ തറവായിട്ടൊന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഡീറ്റെയിൽസ്, പല്ലിൻ്റെ ഞാൻ ചോദിച്ചതാണ്, പല്ലുള്ള ആളാണ്, പല്ലിൽ ഏതെങ്കിലും മിസ്സിങ് ഉണ്ടോ, പല്ല് കെട്ടിയിട്ടുണ്ടോ, ക്ലിപ്പ് ഇട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യം, മുറുക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള കുറേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ശരീരത്തിലുള്ള സ്കാറ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഡീകമ്പോസിഷൻ ആയതുകൊണ്ട് കണ്ടെത്താനും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എങ്കിലും ആ ഏരിയ ഒന്നുകൂടെ പരിശോധിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ടാവും എങ്കിൽ തന്നെയും 1-2 ദിവസം കൂടെ ആ ഏരിയ മുഴുവൻ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ലീഡിലേക്ക് പോകാനുള്ള സാധനങ്ങൾ ലഭിക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് കരുതുന്നു. എന്തായാലും അന്വേഷണത്തിൻ്റെ മികവുകൊണ്ട് മാത്രമേ ഇത് തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത.